കരട് പ്രകടന പത്രികയിൽ നിന്നും CAA പിൻവലിക്കുമെന്ന വാഗ്ദാനം അവസാന നിമിഷം കോൺഗ്രസ് വേണ്ടെന്ന് വെച്ച വെളിപ്പെടുത്തൽ പുറത്തു വന്നിരിക്കുകയാണ്. ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രമാണ് ഇത് സംബന്ധിച്ച വാർത്ത പ്രസിദ്ധീകരിച്ചത്. നിർണായകമായ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അന്തിമ പ്രകടന പത്രികയിൽ നിന്നും കോൺഗ്രസ് എന്തിനു വേണ്ടി ആർക്കു വേണ്ടി CAA പരാമർശം ഒഴിവാക്കി. മതനിരപേക്ഷ ജനാധിപത്യ പാർട്ടി എന്ന് ഇപ്പോഴും അവകാശപ്പെടുന്ന ആ പാർട്ടി ഇതിനു മറുപടി പറഞ്ഞേ മതിയാകൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് CAA കേന്ദ്ര സർക്കാർ പ്രാബല്യത്തിൽ കൊണ്ടുവന്നത്. ഇതിനെതിരെ വൻ പ്രതിഷേധമാണ് രാജ്യത്തുയർന്നത്. കാര്യങ്ങൾ ഇങ്ങനെയായിട്ടും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപോ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്തോ ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിന് ത്രാണിയുണ്ടായില്ല. രാജ്യത്തിന്റെ മതനിരപേക്ഷതയും ഭരണഘടനാ മൂല്യങ്ങളും പാടെ തകർത്ത് ഹിന്ദുത്വ രാജ്യമാക്കാൻ തീവ്ര ശ്രമം നടത്തുന്ന BJPക്കെതിരെ ഒരു തരത്തിലും പ്രതിരോധമാകാൻ കോൺഗ്രസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിനുള്ള അവസാനത്തെ ഉദാഹരണമാണ് ഈ വിഷയവും. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ഒരിടത്തും CAA പിൻവലിക്കുമെന്ന് പോയിട്ട് CAA എന്ന 3 അക്ഷരം പോലും കോൺഗ്രസ് ഉച്ചരിച്ചിട്ടില്ല. അതേക്കുറിച്ച് CPIM ചോദ്യമുന്നയിച്ചാൽ അവരെ വർഗീയ പാർട്ടി എന്ന് മുദ്രകുത്താൻ ഒരു മടിയും കാണിക്കാത്തവരാണ് കോൺഗ്രസ് നേതാക്കൾ. CAAക്കെതിരെ ഒരു വാക്കുമിണ്ടാൻ ആർജവം കാണിക്കാത്തവരാണ് കോൺഗ്രസിന്റെ തലപ്പത്തുള്ള മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും. കോൺഗ്രസ് പ്രകടന പത്രിക പുറത്തിറക്കിയ ഘട്ടത്തിൽ തന്നെ ഈ വിഷയത്തെക്കുറിച്ച് പരാമർശം ഇല്ലാത്തതിൽ വലിയ തോതിൽ വിമർശനം ഉയർന്നിരുന്നു. അപ്പോഴും AICC നേതാക്കൾ മുതൽ VD സതീശൻ വരെ അഴകുഴമ്പൻ പ്രതികരണമാണ് നടത്തിയത്. CAAക്കെതിരായ പ്രതിരോധത്തിന് കോൺഗ്രസിന് ഒരു ആത്മാർത്ഥതയും ഇല്ല എന്നതിൽ ഇതിൽ പരം എന്ത് തെളിവാണ് വേണ്ടത്? അന്തിമ പ്രകടന പത്രികയിൽ നിന്നും അവസാന നിമിഷമാണ് CAA പരാമർശം കോൺഗ്രസ് വെട്ടിമാറ്റിയതെന്നാണ് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. പാർട്ടിയിലെ ഉന്നത നേതൃത്വമാണ് ഈ വെട്ടിന് പിന്നിലെന്നും പറയുന്നു. ഓർമ്മിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം, കേന്ദ്ര സർക്കാർ CAA വിജ്ഞാപനം ചെയ്തപ്പോൾ ഈ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ പോകുമെന്ന് ശശി തരൂർ പറഞ്ഞിരുന്നു. ഈ നിയമം പിൻവലിക്കാൻ കോൺഗ്രസ് ഇടപെടുമെന്ന് തരൂർ ഘോരഘോരമായി പ്രഖ്യാപിച്ചു. എന്നിട്ട് എന്തായി കാര്യങ്ങൾ? രാജ്യത്തെയും ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ അടങ്ങുന്ന സാധാരണക്കാരെയും സംരക്ഷിക്കാൻ ഒന്നും ചെയ്യാൻ കോൺഗ്രസിനാവില്ല. അതിന്റെ പരസ്യ പ്രഖ്യാപനം കൂടിയാണ് ഈ ഇരട്ടത്താപ്പ് ചൂണ്ടിക്കാട്ടുന്നത്.